എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അനുമോളുടെ? ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലേ, പിന്നെ ഇപ്പൊ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാള്. ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? അമ്മേ, അയ്യോ, എന്റെ ദൈവമേ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ട എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, ഒരിക്കലും അനീഷേട്ടൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു വർത്തമാനം ഇന്ന് ഉണ്ടായിരിക്കുന്നു. അതിന്റെ കോരിത്തെരിപ്പിലാണ് മലയാളി പ്രേക്ഷകർ എല്ലാവരും തന്നെ എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ട്രാക്ക് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നുള്ളതാണ്. രാവിലെ അനുമോളുമായിട്ട് ഊഞ്ഞാലമിൽ കിടന്ന് ആടുന്ന സമയത്ത് പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുന്നു, അതുപോലെ തന്നെ രാവിലെയെക്കുറിച്ച് സംസാരിക്കുന്നു, മഴയെക്കുറിച്ച് സംസാരിക്കുന്നു. ആ സമയത്ത് അനീഷ് നമ്മുടെ അനുമോളോട് ചോദിക്കുകയാണ്, ശരിക്കും അനുമോൾക്ക് എന്നെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അനീഷേട്ടൻ ആളാകെ മാറിപ്പോയിരിക്കുന്നു എന്നും പണ്ടത്തെ അനീഷേട്ടൻ അല്ല ഇപ്പോൾ എന്നും, ഇപ്പോൾ അനീഷേട്ടന്റെ സ്വഭാവത്തിലും അതുപോലെ തന്നെ പെരുമാറ്റത്തിലെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് അനുമോൾ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ആർക്ക് കണ്ടാലും അങ്ങോട്ടൊരു ഇഷ്ടം തോന്നിപ്പോകും എന്ന രീതിയിൽ അനുമോൾ പാവം അനീഷേട്ടനോട് സംസാരിക്കുകയാണ്. അപ്പോൾ അനീഷേട്ടൻ എടുത്ത വഴിക്ക് നമ്മുടെ അനുമോളോട് ചോദിക്കുകയാണ്, എന്നാൽ നമുക്ക് കല്യാണം കഴിച്ചാലോ? തികച്ചും അയ്യോ എന്നുള്ള ഒരു വിളിയോട് കൂടിയാണ് നമ്മളെ അനുമോൾ അതിനെ സ്വീകരിച്ചത്. കാരണം ഒരിക്കലും അനുമോൾ എന്ന് പറയുന്ന കഥാപാത്രം അത്രയും ഒരു ചോദ്യം നമ്മുടെ അനീഷിൻ്റെ ഭാഗത്ത് നിന്നും ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല എന്ന് തീർച്ചയായിട്ടും ആ ഒരു എക്സ്പ്രഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെയും അനീഷ് അതിനെ വിടുന്നില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട്, അനുമോളുടെ കല്യാണത്തെക്കുറിച്ചും കാര്യത്തെക്കുറിച്ചുമെല്ലാം അനുമോൾ പറയുന്നുണ്ട്, ഞാനൊരു അഫെയറിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നതാണ്, ഇനി ഒരിക്കലും ജീവിതത്തിൽ കല്യാണം കഴിക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് അച്ഛനും അമ്മയും എല്ലാം അവരുടെ സങ്കടവും അവരുടെ സ്വപ്നവും എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഒരു കല്യാണം കഴിക്കണം, അത് ഗുരുവായൂർ പോയി കെട്ടണം എന്ന രീതിയിലാണ് എൻ്റെ ആഗ്രഹം എന്നെല്ലാം അനുമോൾ പറയുന്നുണ്ട്. അപ്പോഴും മനീഷ് പിന്നെയും ചോദിക്കുകയാണ്, എൻ്റെ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയില്ലല്ലോ, എന്താണ് അനുമോളുടെ അഭിപ്രായം? അപ്പോൾ അനുമോൾ തിരിച്ച് അനീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിക്കുന്ന സമയത്ത് അതല്ലല്ലോ ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അനീഷ് ഏട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. ശരിക്കും ഒരു 40-കാരനായ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ഒരിക്കലും മലയാളി പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയാണ് അനീഷ് ഏട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അനീഷിന് പ്രണയം തുറന്നു പറയാനും സംസാരിക്കാനുമുള്ള എല്ലാ അർഹതയും ഉള്ളതുപോലെ തന്നെ അത് നിരസിക്കാനും അവരുടെ കാര്യങ്ങൾ തിരിച്ചു പറയുന്നത് കേൾക്കാനുള്ള ഒരു ബാധ്യത തീർച്ചയായിട്ടും അനീഷ് എന്ന് പറയുന്ന ആൾക്കും ഉണ്ടായിരുന്നു. അനീഷ് എന്ന് പറയുന്നത് ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആരോട് മോശമായ രീതി പെരുമാറുകയോ സംസാരിക്കുകയോ അങ്ങനത്തെ വാക്കുകളൊന്നും തന്നെ പറയാത്തൊരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മത്സരാർത്ഥിയാണ്. പക്ഷേ അദ്ദേഹം ഒരു വിവാഹം കഴിച്ചൊരു മനുഷ്യനാണ്. അതിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അതിൻ്റെ പക്വതയും എല്ലാം അനീഷേട്ടൻ കാണിക്കണമായിരുന്നു. ഒരു പ്രപ്പോസൽ എന്നൊക്കെ പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്, അദ്ദേഹത്തിന് ആരോടും അത് പറയാനും അത് ആവർത്തിക്കാനുള്ള എല്ലാ കഴിവും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അത് നിരസിക്കാനുള്ള ഒരു അവകാശം അനുമോൾക്കുമുണ്ട് എന്ന് നമ്മൾ അനീഷേട്ടൻ മനസ്സിലാക്കണമായിരുന്നു എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന. എന്നാൽ ഈ ഒരു കാര്യത്തിന് ശേഷം അനീഷേട്ടൻ കാണിച്ചത് വളരെ മോശവും അതുപോലെ തന്നെ ചേറ്റത്തരവുമായി പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അനീഷേട്ടനോട് എന്തെങ്കിലും സംസാരിക്കാൻ പോകുന്ന സമയത്ത് ചെറിയ ഒരു കുഞ്ഞു പ്രേമം പോലെ അനീഷേട്ടൻ അവിടെ നിന്ന് ചൊടിച്ചെണീച്ച് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അതൊരു വലിയ ക്യൂട്ട്നെസ് ഒന്നുമായി എനിക്ക് തോന്നിയില്ല. കാരണം അനീഷിൻ്റെ ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഇതിൽ അനുമോൾ എങ്ങാൻ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലവ് ട്രാക്ക് പിടിച്ചു കൊണ്ടിട്ട് ഈ മത്സരം അവസാനം വരെ എത്തിക്കാനായിരുന്നു നമ്മുടെ അനീഷിൻ്റെ പ്ലാൻ. ഇനി അങ്ങനെയല്ല, ഒറ്റയടിക്ക് അനുമോൾ അങ്ങോട്ട് പറയാണ് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു ഒറ്റപ്പെടലിൻ്റെ ആ ഒരു അക്കം പിടിച്ചുകൊണ്ട് അവസാനം വരെ ആ ഒരു ഗെയിം സ്ട്രാറ്റജിയുമായിട്ട് പോയിട്ട് എങ്ങനെ ബിഗ് ബോസ് വിന്നർ ആകാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. തികച്ചും ഇതിനെ ഒരു കണ്ടന്റ് ആക്കി എടുക്കാനാണ് അനീഷ് ഏട്ടൻ താല്പര്യം കാണിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അനുമോൾ അതിനെക്കുറിച്ച് ഉള്ളു തുറന്ന് സംസാരിക്കുന്നുണ്ട്, നമുക്കതുകൂടി കേൾക്കാം. ചിലപ്പോൾ ഇന്ന സന്തോഷത്തോടെ പറഞ്ഞല്ലോ നമുക്കെന്ന് വിവാഹം കഴിച്ചാലോ എന്ന്. അപ്പോൾ പുള്ളി അങ്ങനെ പറയുമ്പോൾ ഞാൻ ആ ചേട്ടാ എന്നാ അങ്ങനെ ആവട്ടെ അങ്ങനെ വിചാരിച്ചാണോ? അല്ല സീരിയസ് ആയിട്ടോ അങ്ങനെ വിചാരിക്കുവോ? അയ്യോ ഞാൻ മിണ്ടുന്നത് കണ്ടപ്പോ അങ്ങനെ വിചാരിച്ചിരിക്കൂലേ? അപ്പൊ ഞാൻ എന്റെ പ്രാരാബ്ദം പറഞ്ഞപ്പോ പുള്ളി വിചാരിച്ചു വേണ്ട അത് ശരിയാവൂല, കുട്ടി 2 വർഷം കൂടെ കാത്തിരിക്കും. അപ്പൊ പുള്ളിക്ക് 40, 41, 42 വയസ്സ് അടുപ്പിച്ചാവും. അയ്യോ ചിന്തിക്കാൻ കൂടി വയ്യ.
അനുമോൾ പറഞ്ഞത് നിങ്ങൾ കേട്ടു കാണും. മനീഷേട്ടന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു പരാമർശം ഒരിക്കലും അനുമോൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അനുമോൾ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, അനീഷേട്ടൻ പെട്ടെന്ന് അപ്പോൾ തന്നെ ഞാൻ യെസ് എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് കാണുമോ എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അതൊരു പ്രാങ്കായി ഇരുന്നോ എന്നൊരു സംശയവും അനുമോൾക്കുണ്ട്. പിന്നെ അനുമോൾ പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ ഓൾറെഡി 39-40 വയസ്സായി, ഇനി 2 വർഷം കൂടി കഴിയുമ്പോൾ 40-41 വയസ്സാവും എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ ആദിലയും അവിടുന്ന് ഇടപെട്ട് പറയുന്നുണ്ട്, ശരിക്കും നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരാളല്ലല്ലോ എന്ന രീതിയിലൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരുടെ കല്യാണത്തെക്കുറിച്ചെല്ലാം ഒരു അഭിപ്രായവും ചിലപ്പോൾ ഒരു സങ്കല്പവും എല്ലാം കാണും. അത് തികച്ചും മനീഷേട്ടനെ പോലത്തെ ഒരാളല്ല നമ്മുടെ അനുമോളുടെ സങ്കല്പത്തിലുള്ള വരൻ. തീർച്ചയായിട്ടും അത് അനുമോൾക്ക് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയുകയില്ല എന്നുള്ളതാണ്. ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ അനീഷേട്ടൻ അതൊരു പോസിറ്റീവ് എനർജിയായി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനീഷേട്ടൻ ഒരു സ്റ്റാറായി മാറിയേനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി അനുമോൾ പറയുന്നുണ്ട്, അതോടെ കേൾക്കാം. അങ്ങനെ എനിക്ക് അയാളെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നമ്മുടെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത നമ്മുടെ അനീഷേട്ടൻ അനുമോളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പോൾ തീർച്ചയായിട്ടും അനുമോളുടെ ഭാഗത്ത് ഈ ഒരു കാര്യത്തിൽ 100% ശരിയാണ് എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുകയാണ്. പ്രേമം അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നതൊന്നും ഒരിക്കലും ഒരു കുട്ടിക്കളിയല്ല. അവരുടെ ജീവിതത്തിനനുസരിച്ച് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു വരൻ അല്ലെങ്കിൽ ഒരു ബോയ്സ് വരുന്ന സമയത്ത് മാത്രമേ അവർക്ക് യെസ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് അനീഷേട്ടൻ കൂടി ഒന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ഇതിലൊരു വ്യക്തി വൈരാഗ്യം എന്ന രീതിയിലൊക്കെ അനീഷേട്ടൻ മുഖം വീർപ്പിച്ച് നടക്കുന്നത് നമ്മൾ ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. പക്ഷേ എന്താണ് പ്രേമമെന്നും അതുപോലെ തന്നെ എന്താണ് ജീവിതമെന്നും എല്ലാം മനസ്സിലാക്കി അതെല്ലാം കഴിഞ്ഞൊരു മനുഷ്യനാണ് ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി. എന്നിട്ട് പോലും ഈ ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് ഇത്തരം ഒരു പരാമർശം, ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് മനസ്സിൽ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അനുസരിച്ചോളണം എന്നുള്ള ഒരു തീരുമാനം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും അത് മോശമായ ഒരു കാര്യം തന്നെയാണ്. സ്നേഹം, പ്രേമം, ജീവിതം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് 2 പേർക്ക് കൂടി അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയത്ത് മാത്രമേ ഇത് കൂടിച്ചേരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കിയ ആളാണ് നമ്മുടെ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്, ഈ ബിഗ് ബോസ് തീരാൻ ഇനി 8, 9, 10 ദിവസം മാത്രം ബാക്കിയുള്ള സമയത്താണോ ലവ് ട്രാക്കൊക്കെ കയറി പിടിക്കുന്നത് അനീഷ എന്ന രീതിയിൽ ഒരു ഹാസ്യരൂപേണ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഷാനവാസ് ഇന്ന് മൊയ്നീളം നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ ബിഗ് ബോസിൻ്റെ അകത്ത് കണ്ടത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് സത്യം. അങ്ങനെ ഒരു കണ്ടന്റാക്കി എടുത്തുകൊണ്ട് ബിഗ് ബോസിൻ്റെ അവസാനം വരെ കൊണ്ടുപോകാമെന്നാണ് അനീഷ് വിചാരിച്ചത്. പക്ഷേ അത് അനുമോളെ ഇടപെടൽ കൊണ്ട് അതവിടെ തീർന്നു പോയി എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും മറ്റൊരു എപ്പിസോഡുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.